ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം സെലിബ്രേറ്റ് ചെയ്യും. ഇപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഓണസദ്യയാണ്. അപ്പോൾ ഓണസദ്യയിൽ വളരെ പ്രധാനമാണ് പച്ചടി. പച്ചടി നമ്മൾ പച്ചക്കറികൾ വെച്ചിട്ടും ഫ്രൂട്ട്സ് വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഇന്നത്തെ പച്ചടി ഒരു സ്പെഷ്യൽ പച്ചടിയാണ്, സഫോള ഓട്സ് ഉപയോഗിച്ചിട്ട്. സഫോള ഓട്സ് ക്യാരറ്റ് പച്ചടി. സഫോള ഓട്സ് ക്യാരറ്റ് പച്ചടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ കടായി ആദ്യം ഒന്ന് ചൂടാക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് എരിവ് കണക്കാക്കി ഉപയോഗിക്കാം. 1.5 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു മീഡിയം സൈസിലുള്ള സവോള കൊത്തി അരിഞ്ഞത്, ഇത്രയും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഒന്ന് സോഫ്റ്റായി തുടങ്ങുമ്പോൾ, ഇതേപോലെ സോഫ്റ്റായി വരുമ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റാണ് ചോപ്പ് ചെയ്ത് ചേർക്കാം. മെഷറിംഗ് കപ്പിൽ നോക്കിയാൽ 1/2 കപ്പ് ക്യാരറ്റ് ഇട്ട് ഒന്ന് വഴറ്റിയ ശേഷം നമുക്കിതിനകത്തേക്ക് സഫോള ഓട്സ് ചേർക്കാം. ഇത് 100% സോഫ്റ്റ് ഗ്രെയിൻസ് ആയതുകൊണ്ട് തന്നെ ഏത് റെസിപ്പിയിലും നമുക്കിത് ചേർക്കാം. ഉണ്ടാക്കുന്ന ഡിഷ് ഒന്നുകൂടെ ഡിലീഷ്യസ് ആവും. സഫോള ഓട്സ് ചേർക്കാം. സഫോള ഓട്സ് ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. അതിനായിട്ട് 1/2 കപ്പ് തേങ്ങ, 1/2 കപ്പ് അല്ലെങ്കിൽ ഏകദേശം 6 ടേബിൾ സ്പൂൺ തേങ്ങ ഉണ്ടാവും. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം, 1/8 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂണിൻ്റെ പകുതി കടുകും കൂടെ അരയ്ക്കും. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കും. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചു. ഈ അരച്ച മിക്സർ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. ഇത് നന്നായിട്ട് വഴറ്റുക. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. മിക്സി ജാർ ഒന്ന് റിൻസ് ചെയ്ത് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഇതിനകത്തേക്ക് ചേർക്കാം. നമ്മൾ അരച്ച മസാല ഒന്ന് വേവണം, അതുവരെ ഒന്ന് കുക്ക് ചെയ്യാം. 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതേപോലെ ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് തൈര് ചേർക്കണം. അപ്പം തീ നന്നായിട്ട് കുറച്ചാണ് വെച്ചേക്കുന്നത്. 1.5 കപ്പ് തൈരാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഒഴിക്കാം. ഇത് നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി, തിളയ്ക്കാൻ പാടില്ല. നന്നായിട്ടൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ട്. ആറുമ്പോഴത്തേക്ക് ഇതൊന്നും കൂടെ തിക്കാവും. ഇതിലേക്ക് നമുക്ക് കടുക് വറക്കാം. കടുക് വറക്കാനായിട്ട് നെയ്ക്കകത്താണ് കടുക് വറക്കുന്നത്. ഒരു 2 ടീസ്പൂൺ നെയ്യ് ചൂടാക്കാം. 1/4 ടീസ്പൂൺ കടുക്, ഒരു 2-3 വറ്റൽമുളക് കീറിയിടാം. അതേപോലെ കുറച്ച് കറിവേപ്പില. ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു നുള്ള ഉലുവാപ്പൊടിയും കൂടെ ചേർക്കും. ഇതിലേക്ക് ഒഴിക്കാം. സഫോള ഓട്സ് ക്യാരറ്റ് പച്ചടിയുടെ കൺസിസ്റ്റൻസി ഉണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. ഇത് നല്ല ന്യൂട്രീഷ്യസുമാണ്, നല്ല ടേസ്റ്റിയുമാണ്. നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് സഫോള ഓട്സ് വാങ്ങി ഈ പ്രാവശ്യത്തെ ഓണത്തിൽ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു.